നമ്മൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഏറ്റവും ആദ്യം അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ പെർസീവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് സ്വീറ്റ് അല്ലെങ്കിൽ മധുരം അല്ലേ. നമ്മൾ ഫുഡിൻ്റെ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സാത്വിക് ഫുഡ്, താമസിക് ഫുഡ്, അങ്ങനെ പലതരം, രാജസിക് ഫുഡ് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, വേദങ്ങളിൽ പോലും അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ സ്വീറ്റ്സ് വരുന്നൊരു മെയിൻ കാറ്റഗറിയാണ് ദ ബെസ്റ്റ് കാറ്റഗറി, അതായത് ദ ബെസ്റ്റ് ഫുഡ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കൾച്ചർ നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് എല്ലാവർക്കും മധുരം എന്ന് പറയുമ്പോൾ ഒരു ചെറു പുഞ്ചിരി എല്ലാവരുടെയും മുഖത്ത് വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ എല്ലാത്തിൻ്റെയും ഭാഗമായിട്ട് മധുരത്തിൽ പലതും തുടങ്ങുന്നത്. എന്നാൽ നമ്മൾ വളർന്നു വരും തോറും പലപ്പോഴും നമുക്ക് ഈ മധുരത്തിനോടുള്ളൊരു അമിതമായ ആസക്തി ഒരു ഡേഞ്ചർ സൈൻ ആയിരിക്കാം, ഒരു ഇൻഡിക്കേറ്റർ ആയിരിക്കാം നമ്മൾ അടുത്തതായിട്ട് ഒരു അസുഖത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെത്. അതായത് ഒരാൾക്ക് ഡയബറ്റിക് ആവാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്ക് ഒരു കുട്ടിക്കാലം കഴിഞ്ഞ് വരുന്ന ഒരു പ്രായത്തിൽ തന്നെ മധുരത്തിനോട് അമിതമായ ഒരു ആസക്തി തോന്നിയെന്നിരിക്കും. അപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ബ്ലഡ് ഷുഗർ ഒന്നും ഉണ്ടാവില്ല. അപ്പം ബ്ലഡ് ഷുഗർ ഒന്നും ഇല്ലല്ലോ, ഇത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിൻ്റെ ചോയ്സ് ആണ്, അതുകൊണ്ട് ഇതങ്ങനെയൊന്നും അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെയുമാണ്. എന്നാൽ അതിൻ്റെ പിന്നിലെ സയൻസ് നമ്മൾ മനസ്സിലാക്കണം. അതായത് എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇൻസുലിൻ, നമ്മുടെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുകയും അല്ലെങ്കിൽ ഇൻസുലിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽസ് കൂടുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ ബേസിക്കലി എപ്പോഴും ഡയബറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ പഠിക്കുന്നത്. പക്ഷേ ഇതിനുപരി ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സ് ഉണ്ട്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽസ് കൂടുമ്പോൾ, രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽസ് കൂടുമ്പോൾ, ഈ ഗ്ലൂക്കോസ് നമ്മുടെ ഇൻസുലിൻ്റെ സഹായത്തോടെ നമ്മുടെ ടാർഗറ്റ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്ക് കൊടുക്കും. കോശങ്ങൾക്ക് ഷുഗറോ അല്ലെങ്കിൽ ഗ്ലൂക്കോസോ വേണം വർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഇൻസുലിനാണ് ബ്ലഡിൽ നിന്ന് ഈ സാധനത്തിനെ എടുത്ത് നമ്മുടെ കോശങ്ങളിലേക്ക് കൊടുക്കുന്നത്. പക്ഷേ നമ്മളുടെ ഒരു ഫിസിയോളജിക്കൽ ഓൾട്ടറേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ മാൽ ഫങ്ഷനിങ് വന്നു കഴിഞ്ഞാൽ ഈ സെൽസ് എല്ലാം ഇൻസുലിനോട് റെസിസ്റ്റൻസ്, അതായത് ഇൻസുലിനെ കയറ്റില്ല എന്ന നിർബന്ധത്തിൽ നിന്ന് കളയും. അപ്പം പലപ്പോഴും ഇൻസുലിൻ്റെ ലെവൽസ് നോർമൽ ആണെങ്കിൽ പോലും ബ്ലഡിൽ നിന്നുള്ള ഗ്ലൂക്കോസ് സെൽസിലേക്ക് കൊടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ വന്നു ചേരും. അപ്പോൾ സെൽസിൽ ഗ്ലൂക്കോസ് എത്താത്തത് കൊണ്ട് സെൽസിനൊരു ഹങ്കർ ഫോർ ഗ്ലൂക്കോസ് ഉണ്ടാവും. അതായത് അതിനോടുള്ള ഗ്ലൂക്കോസ് കിട്ടിയാലേ സെൽസിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്ഷനായിട്ടാണ് പലപ്പോഴും നമുക്ക് മധുരത്തിനോട് കുറേയേറെ ആസക്തി തോന്നുകയും കൂടുതൽ മധുരം കഴിക്കണം എന്നുള്ളൊരു തോന്നൽ വരികയും ചെയ്യണത്. അതാണ് എന്തുകൊണ്ട് ഈ മധുരം കഴിക്കാനുള്ള ടെൻഡൻസി നമ്മൾ ഡയബറ്റിക്കിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം കണ്ടുവരുന്ന ഒരു വിഭാഗം ആൾക്കാരിൽ മാത്രം, അതായത് നമ്മളൊരു 90s പോയി കഴിഞ്ഞാൽ റിച്ച് മാൻസ് ഡിസീസ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ കാണുന്ന ഒരു 20 വയസ്സിനപ്പുറം തന്നെ പല ആൾക്കാരിലും പ്രമേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് കാണാറുണ്ട്, ഒരു ഡയബറ്റിക് ടെൻഡൻസി കാണാറുണ്ട്. പ്രീ ഡയബറ്റിക് എന്നൊരു ഡയഗ്നോസിസ് അവരുടെ ബ്ലഡ് പിക്ചർ എടുത്തു കഴിയുമ്പോൾ വരാറുണ്ട്. എന്താണ് അതിന് കാരണം? അപ്പം അവർക്ക് ഈ മധുരത്തിനോടുള്ള ഒരു ആസക്തി ഇതിലോട്ടുള്ള ഇൻഡിക്കേറ്ററാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ രണ്ടാമത്, ഈ നമ്മൾ ഇപ്പോൾ IT ഫീൽഡിലൊക്കെയാണ് കൂടുതലും ഈ നമ്മളുടെ ഒരു യങ് ജനറേഷൻ പോകുന്നത്. അല്ലെങ്കിൽ അവർ ഏത് ഫീൽഡിലാണെങ്കിലും അവരുടെ ഹാബിറ്റ്സ് സെഡൻറ്ററി ആയിരിക്കും. എവിടെയെങ്കിലും ഇരിക്കുക, ജോലി ചെയ്യുക, പിന്നെ ഫുഡ് കഴിക്കുക, പോവുക, ഇങ്ങനെ മൂവ്മെൻറ്റ്സ് തീരെ കുറവായിരിക്കും. അപ്പം ലാക്ക് ഓഫ് എക്സസൈസ് ഒരു വലിയ കാരണമാണ് നമ്മൾ ഡയബറ്റിക്കിലേക്ക് പോകാനുള്ളത്. പിന്നെ ഈ സീറ്റിംഗ് പൊസിഷനിൽ പലപ്പോഴും സംഭവിക്കുന്നത് അതായത് അബ്ഡോമിനൽ ഫാറ്റ് അക്യുമുലേഷൻ നടക്കും. അബ്ഡോമിനൽ ഫാറ്റ് അല്ലെങ്കിൽ ബോഡി സെൻട്രൽ ഫാറ്റ് അക്യുമുലേഷൻ നടക്കുന്നത് എപ്പോഴും പാൻക്രിയാസ്, അതായത് നേരത്തെ പറഞ്ഞ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ഫങ്ഷനിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ഇൻസുലിൻ്റെ അമൗണ്ട്സ് കുറയുകയും അതിൻ്റെ ഫലമായിട്ട് ഡയബറ്റീസിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഈ IT ഫീൽഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീൽഡുകളിൽ നമ്മൾ ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ ആയിട്ട് വരുന്ന എല്ലാ ജോബ് പ്രൊഫൈൽസിലും നമ്മൾ കാണുന്നത് പ്രോപ്പർ ടൈം ഓഫ് ഫീഡ്സ് ഇല്ല. അവർ തോന്നുമ്പോൾ എന്തെങ്കിലും കഴിക്കുക,
തോന്നുമ്പോൾ കിടന്നുറങ്ങുക. സ്ലീപ്പ് പാറ്റേൺ ടോട്ടലി ഓൾട്ടേർഡ് ആണ്. നമ്മൾ മനുഷ്യർ ജീവിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മനുഷ്യർ ഉണരുന്ന പോലെ പകൽ ഉണരുകയും രാത്രി ഉറങ്ങുകയും അല്ലാത്ത രീതിയായി മാറി ഈ ഒരു ജനറേഷൻ്റെ സിക്കാഡിയൻ സൈക്കിൾ അല്ലെങ്കിൽ സ്ലീപ്പ് പാറ്റേണും ലൈഫ് സ്റ്റൈലും. അപ്പം ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു ബോഡിയിൽ ഡയബറ്റിസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ഘടകമായി മാറുകയാണ്. പിന്നെ കഴിക്കുന്ന ഫുഡിൻ്റെ ടൈപ്പ് ജങ്ക് ആയിരിക്കും മിക്കപ്പോഴും. ഇരുന്ന് കൊണ്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ എത്രയും സിമ്പിളായിട്ട് കഴിച്ച് പെട്ടെന്ന് മാറ്റി വെക്കാവുന്ന ജങ്ക് സോർട്ട് ഓഫ് പ്രിപ്പറേഷൻസ് ആണ് കൂടുതൽ. ഫ്രൈസ് ആയിരിക്കും, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഫുഡായിരിക്കും, പിന്നെ ഡ്രിങ്ക്സ്, അതായത് നമ്മുടെ എന്താ പറയുക, പ്രിസേർവ്ഡ് ആയിട്ടുള്ള ബെവറേജസ് ആയിരിക്കും, പ്രിസേർവ്ഡ് ജ്യൂസസ് ആയിരിക്കും. അപ്പോൾ ഇതിലൊക്കെ ഷുഗറിൻ്റെ എമൗണ്ട് കുറേയേറെ കൂടുതലാണ്. അറിഞ്ഞോ അറിയാതെയോ അത്രയും അധികം ഷുഗർ ഇൻടേക്ക് കൂടുകയും അതിൻ്റെ ഫലമായിട്ട് ബോഡി ഡയബറ്റിക് ടെൻഡൻസിയിൽ നിന്ന് പ്രീ ഡയബറ്റിക് ആൻഡ് ഫൈനലി ഡയബറ്റിക് ആയി മാറുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കേരളം ഇപ്പോൾ ഒരു ഡയബറ്റിക് ക്യാപിറ്റലായിട്ട് മാറാനുള്ള ഒരു ഗ്രാഫാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിയുമ്പോൾ കാണുന്നത്. ഇതിൻ്റെ പിന്നിലെ ഇത്തരത്തിലെ കാരണങ്ങൾ റെക്കഗ്നൈസ് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് മധുരത്തിനോട് അമിതമായ ഒരു ആസക്തി ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ആദ്യമേ മനസ്സിലാക്കിയാൽ, അതനുസരിച്ച് നമ്മളുടെ ഡയറ്റ് പാറ്റേണും നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ വരുത്തിയാൽ ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് ഒരു നോർമൽ ഹെൽത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ മെഡിസിൻസിൻ്റെ ഇൻടേക്കും, ടൈംലി മെഡിസിൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡയബറ്റിസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.